PSC ഒരു പുതിയ അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. ശരിക്കും നമ്മളൊക്കെ കുറേ കാലമായിട്ട് ആഗ്രഹിച്ചിട്ടുള്ള ഒരു അപ്ഡേറ്റ് ആണ്. ഫോക്കസ് ചെയ്ത് കാണേണ്ട ഒരു പോസ്റ്റാണ് ഈ ഒരു പോസ്റ്റ്. അതായത് ടാർഗറ്റ് ചെയ്ത് പഠിക്കേണ്ട എക്സാമുകളിൽ ഒന്നാണ് ട്രേഡ്സ്മാൻ എക്സാം വന്നിട്ടുണ്ട്. ഇപ്പോൾ 2 വേക്കൻസിയാണ് നിലവിൽ ഈ ഹാർബർ എഞ്ചിനീയറിംഗ് പോസ്റ്റിലുള്ളത്. അതേപോലെ അസിസ്റ്റന്റ് എഞ്ചിനീയർ ഹെഡ് ഡ്രാഫ്റ്റ്സ്മാൻ അതിൽ ഹാർബർ എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെന്റിൽ വരുന്നുണ്ട്. ഇലക്ട്രിക്കൽ, മെക്കാനിക്കൽ, സിവിൽ, ഇലക്ട്രോണിക്സ് എല്ലാ കാറ്റഗറിയിലുള്ളതും ഡിസ്കസ് ചെയ്യുന്നുണ്ട്. പ്ലാസ്റ്റിക് പ്രോസസ്സിംഗ് ഓപ്പറേറ്റർ വന്നിട്ടുണ്ട്. ലബോറട്ടറി അസിസ്റ്റന്റ് ഇൻ കെമിക്കൽ പ്ലാന്റ് വന്നിട്ടുണ്ട്. ഹായ് ഓൾ, എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻട്രിയിലേക്ക് സ്വാഗതം. അപ്പോൾ ആദ്യമേ ഞാനൊരു ഹാപ്പി ന്യൂ ഇയർ പറഞ്ഞുകൊണ്ട് തന്നെ തുടങ്ങുകയാണ്. ഈ വർഷം നിങ്ങളുടെ ഏറ്റവും മികച്ച വർഷമായി മാറട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നമ്മൾ തുടങ്ങുകയാണ്. അപ്പോൾ എന്തായാലും PSC എല്ലാ വർഷവും നമ്മൾ പുതുതായിട്ട് തുടങ്ങുന്ന സമയത്ത് ഒരു പുതിയ റെസൊല്യൂഷൻ ആണല്ലേ. അതായത് ഈ വർഷം PSCയും എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു പുതിയ മാറ്റം, അതായത് പുതുവർഷത്തിൽ പുതിയൊരു മാറ്റം എന്നുള്ള രീതിയിൽ PSC ഒരു പുതിയ അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. ശരിക്കും നമ്മളൊക്കെ കുറേ കാലമായിട്ട് ആഗ്രഹിച്ചിട്ടുള്ള ഒരു അപ്ഡേറ്റ് ആണ് PSCയുടെ ഭാഗത്തു നിന്ന് വന്നിട്ടുള്ളത്. എന്താണ്, PSCയുടെ എക്സാം കലണ്ടർ ഇപ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്, പബ്ലിഷ് ചെയ്യുന്നുണ്ട് അല്ലേ. ഇപ്പോൾ വളരെ അടുത്താണ് ഈ ഒരു ട്രെൻഡ് ആരംഭിച്ചിട്ടുള്ളത് അല്ലേ. സോ PSC എന്ത് ചെയ്തിട്ടുണ്ട്, 2024 നടക്കാൻ പോകുന്ന കംപ്ലീറ്റ് ആയിട്ടുള്ള എക്സാമുകളുടെ കലണ്ടർ പബ്ലിഷ് ചെയ്യുക എന്ന് പറഞ്ഞാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം എന്താണ്, കൃത്യമായി പ്ലാൻ ചെയ്ത് പഠിക്കാനുള്ള ഒരു നല്ല അവസരമായിട്ട് മാറുകയാണ്. സോ 2024 ടെക്നിക്കൽ എക്സാം കാറ്റഗറിയിലുള്ള എക്സാം കലണ്ടറാണ് ഞാൻ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. പല ആളുകളും ചോദിച്ചിട്ടുണ്ട്, ടെക്നിക്കൽ എക്സാംസിൽ വേക്കൻസിയോ അല്ലെങ്കിൽ എന്താ പറയുക ഓപ്പർച്യൂണിറ്റീസ് ഒന്നും ഇല്ലേ PSCയിൽ എന്നുള്ളത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, റെയിൽവേയിലൊക്കെ ഇഷ്ടംപോലെ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്, എന്നാൽ PSCയിൽ അത്രത്തോളം വേക്കൻസി ഒന്നും ഇല്ലേ എന്നുള്ള ചോദ്യമുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് കാണാവുന്നതാണ്, ഇഷ്ടംപോലെ അവസരങ്ങൾ നിങ്ങൾക്ക് PSCയിൽ ലഭിക്കുന്നു എന്നുള്ളത് തന്നെയാണ് നമ്മൾ ഈ എക്സാം കലണ്ടർ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുക. കഴിഞ്ഞ ദിവസങ്ങളിൽ, അതായത് എന്താണ്, ഡിസംബർ 31 വന്നിട്ടുള്ള നോട്ടിഫിക്കേഷനുള്ള പറഞ്ഞ കാര്യങ്ങളുടെ ഡേറ്റ് പോലും എന്ത് ചെയ്തിട്ടുണ്ട്, PSC പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. സോ കൃത്യമായൊരു ടൈം ലൈൻ നിങ്ങൾക്ക് കിട്ടുകയാണ്. ആ ടൈം ലൈനിൽ നിന്നുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങളുടെ പ്രിപ്പറേഷൻ മികച്ച രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോവുക. ഞാൻ പറഞ്ഞു, ഒരു പക്ഷേ നിങ്ങൾക്ക് ആദ്യത്തെ എക്സാമിലോ രണ്ടാമത്തെ എക്സാമിലോ ഒന്നും ക്രാക്ക് ചെയ്യാൻ കഴിയാത്ത സിറ്റുവേഷൻ ഉണ്ടെങ്കിലും പിന്നീട് നിങ്ങൾക്ക് ഫ്യൂച്ചറിൽ നടക്കാവുന്ന എക്സാംസുകളിൽ കൂടുതൽ വേക്കൻസീസ് ഒക്കെ വരുന്ന നല്ല ഓപ്പർച്യൂണിറ്റീസ് വരുമ്പോൾ നിങ്ങൾക്ക് അത് ക്രാക്ക് ചെയ്യാൻ പറ്റും. ഇപ്പോൾ നമ്മൾ വിചാരിക്കുകയാണ്, ഇപ്പോൾ ഒരു കാറ്റഗറി നമ്മൾ കൺസിഡർ ചെയ്യണം. അപ്പോൾ അതിലൊരു വേക്കൻസിയോ അല്ലെങ്കിൽ 2 വേക്കൻസിയോ ഉള്ള ഒരു എക്സാമിന് വേണ്ടി നമ്മൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ നമുക്കത് കിട്ടുമോ ഇല്ല എന്നുള്ളതല്ല, നമ്മൾ ആ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ആദ്യഘട്ടത്തിൽ നമ്മൾ ഓട്ടോമാറ്റിക്കലി അതിന് വേണ്ടി സെറ്റായിരിക്കും അല്ലേ. ആ ഒരു എന്താ പറയുക, ആ ഒരു ടോപ്പിക്കിൽ നമ്മൾ കുറച്ചുകൂടി മാസ്റ്ററായിട്ട് മാറും. ദെൻ നമ്മൾക്ക് പിന്നീട് നല്ല വേക്കൻസീസ് ഒക്കെ വരുന്ന എക്സാംസുകൾ വരുമ്പോൾ നമ്മൾ ഈസി ആയിട്ട് അത് ക്രാക്ക് ചെയ്ത് പോകും. സോ ഈ ഒരു പ്രോസസ്സിലൂടെ നിങ്ങൾ എന്ത് ചെയ്യണം, മസ്റ്റായിട്ട് കടന്നു പോകണം. സോ ഈ എക്സാം കലണ്ടർ കാണുമ്പോൾ നിങ്ങൾക്ക് ഒരു കൃത്യമായൊരു പ്ലാൻ ചെയ്യാനുള്ളൊരു സമയം കിട്ടും. അപ്പോൾ നിങ്ങൾ ഏതൊക്കെ എക്സാംസ് നമ്മൾ ഇപ്പം ഞാൻ എല്ലാ കാറ്റഗറിയിലുള്ളതും, അതായത് ഇലക്ട്രിക്കൽ, മെക്കാനിക്കൽ, സിവിൽ, ഇലക്ട്രോണിക്സ് എല്ലാ കാറ്റഗറിയിലുള്ളതും ഡിസ്കസ് ചെയ്യുന്നുണ്ട്. നമുക്ക് പിന്നീട് എന്ത് ചെയ്യാം, ഓരോ ബ്രാഞ്ച് വൈസ് ആയിട്ട് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് സ്റ്റഡി പ്ലാൻ വേണ്ടി ഞാൻ വരുന്നുണ്ട്. സോ ആദ്യം നമുക്ക് എന്ത് ചെയ്യാം, ഈ പറഞ്ഞിരിക്കുന്ന 2024 ഏപ്രിൽ ജൂൺ ആണ് ആദ്യം. അതായത് ഏപ്രിൽ വരെ എക്സാമുകളൊന്നുമില്ല. ജനുവരി ഫെബ്രുവരി മാർച്ചിൽ എക്സാംസുകളൊന്നും നമുക്കിപ്പം വരുന്നില്ല. ഏപ്രിൽ ജൂണിൽ വരുന്ന എക്സാംസുകൾ ഏതൊക്കെയാണ്, ജൂനിയർ അസിസ്റ്റൻ്റ് വരുന്നുണ്ട്, അത് കേരള ടൂറിസം ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ ലിമിറ്റഡിലാണ്. പ്ലംബർ വരുന്നുണ്ട്, അത് കേരള സ്റ്റേറ്റ് വാട്ടർ ട്രാൻസ്പോർട്ടിലാണ്. ഓവർസിയർ ഗ്രേഡ് 2 വരുന്നുണ്ട് കേട്ടോ, PWDയിൽ, അത് ഇലക്ട്രിക്കലിലാണ് കേട്ടോ. ഓവർസിയർ ഗ്രേഡ് 2 ഡ്രാഫ്റ്റ്സ്മാൻ ഗ്രേഡ് 2 വരുന്നുണ്ട്. ദെൻ അതേപോലെ പ്ലംബർ കേരള വാട്ടർ അതോറിറ്റിയിൽ തന്നെയാണ്. ഇലക്ട്രീഷ്യന് ഇപ്പോൾ നിങ്ങൾ നോക്കിയാൽ ഇലക്ട്രീഷ്യന് ഇപ്പോൾ 2 പോസ്റ്റ് ആയിട്ടുണ്ട് അല്ലേ. ഇലക്ട്രീഷ്യന് ഓൾറെഡി 2 പോസ്റ്റ് ആയിട്ടുണ്ട്. ഈ ഒരു പോസ്റ്റ് ഉണ്ട്, അനിമൽ ഹസ്ബൻഡറിയിലും ഉണ്ട്. അതേപോലെ തന്നെ ഇവിടെ നമുക്ക് വീണ്ടും ഇലക്ട്രീഷ്യൻ കാണാം, ഹാർബറിൽ നിങ്ങൾക്ക് ഇലക്ട്രീഷ്യൻ കാണല്ലേ. സോ ഇതൊക്കെ കോമൺ എക്സാംസ് നടക്കാനുള്ള സാധ്യതയാണ്. പിന്നെ ഇതാണ് ഫിറ്റർ വരുന്നുണ്ട്, അതും കേരള വാട്ടർ അതോറിറ്റിയിൽ തന്നെയാണ്. വീണ്ടും ഇലക്ട്രീഷ്യൻ വരുന്നുണ്ട്, മെഡിക്കൽ എഡ്യൂക്കേഷൻ ഡയറക്ട് റിക്രൂട്ട്മെന്റ് ആണ്. അപ്പോൾ അതിലൊക്കെ എന്താണ്, കോമൺ ആയിട്ടുള്ള എക്സാംസ് തന്നെ ആയിരിക്കും കേട്ടോ നടക്കാൻ പോകുന്നത്. കാരണം ഒരേ സമയങ്ങളിലുമാണ്, ഒരേ പോസ്റ്റിലേക്കുമാണ് നടക്കുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ സിലബസ് ഒക്കെ സെയിം ആവാൻ തന്നെയാണ് സാധ്യത. അതേപോലെ ട്രേഡ്സ്മാൻ ഫിറ്റിംഗ് ഉണ്ട്, ട്രേഡ്സ്മാൻ ഇലക്ട്രോണിക്സ് ഉണ്ട്, അത് ടെക്നിക്കൽ എഡ്യൂക്കേഷനിൽ നല്ല സാധ്യത കേട്ടോ. ഈ ട്രേഡ്സ്മാൻ എക്സാമിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മളിപ്പോൾ ഇതിൽ ഏറ്റവും കൂടുതൽ വേക്കൻസീസ് വരാൻ സാധ്യതയുള്ള പോസ്റ്റ് ഏതാണ്, അത് ട്രേഡ്സ്മാൻ പോസ്റ്റുകൾ തന്നെയാണ് അല്ലേ. അതിപ്പോൾ ഇലക്ട്രോണിക്സിലുണ്ട്, അതേപോലെ തന്നെ ഇലക്ട്രിക്കലും ഒക്കെ വരുന്നുണ്ട് കേട്ടോ. ഇലക്ട്രിക്കലും വരുന്നുണ്ട് ടെക്നിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൽ തന്നെ. ഒരു പക്ഷേ നിങ്ങൾ ഒന്ന് ഫോക്കസ് ചെയ്ത് കാണേണ്ട ഒരു പോസ്റ്റാണ് ഈ ഒരു പോസ്റ്റ്. അതായത് ടാർഗറ്റ് ചെയ്ത് പഠിക്കേണ്ട എക്സാമുകളിൽ ഒന്നാണ് ട്രേഡ്സ്മാൻ എക്സാം. അതേപോലെ ട്രേഡ്സ്മാൻ പ്ലംബിങ്, അതേപോലെ അതും ടെക്നിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിലാണ്. ലൈൻമാൻ വരുന്നുണ്ട്, അത് PWD പബ്ലിക് വർക്ക്സ് ഇലക്ട്രിക്കൽ വിങ് ആണ്. ഫിറ്റർ ഗ്രേഡ് 2 വരുന്നുണ്ട് കേരള സ്റ്റേറ്റ് വാട്ടർ ട്രാൻസ്പോർട്ടിൽ. അതേപോലെ പ്ലംബർ മെഡിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൽ വരുന്നുണ്ട്. യെസ്, നെക്സ്റ്റ് ട്രേഡ് ഇൻസ്ട്രക്ടർ ഗ്രേഡ് 2 വരുന്നുണ്ട്, എന്താണ്, അത് ടെക്നിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൽ തന്നെയാണ്.
ഇനി നിങ്ങൾ നോക്കിയേ, ഈ പറഞ്ഞിരിക്കുന്ന ട്രേഡ്സ്മാൻ സർവേ വരുന്നുണ്ട്, അത് സിവിലാണ് അല്ലേ. ട്രേഡ്സ്മാൻ കാർപ്പൻട്രി വരുന്നുണ്ട്, ട്രേഡ്സ്മാൻ 2 വീലർ 3 വീലർ മെയിൻ്റനൻസ് വരുന്നുണ്ട്, ട്രേഡ്സ്മാൻ സ്ട്രെങ്ത് ഓഫ് മെറ്റീരിയൽ വരുന്നുണ്ട്, ട്രേഡ്സ്മാൻ പ്രിൻറ്റിംഗ് ടെക്നോളജി വരുന്നുണ്ട്, ട്രേഡ്സ്മാൻ മൗൾഡിംഗ് ഫൗണ്ടറി വരുന്നുണ്ട്. ഇതൊക്കെ മെയ് ജൂണാണ്, മാസം ശ്രദ്ധിക്കണേ. ഏപ്രിൽ ജൂണിലാണ് ഇതുവരെയുള്ള പോസ്റ്റുകൾ. ഇതിനുശേഷം വരുന്ന ഈ പോസ്റ്റുകൾ, ഞാൻ ഇപ്പോൾ പറഞ്ഞിരിക്കുന്ന ഈ പോസ്റ്റുകൾ ട്രേഡ്സ്മാൻ ഇൻസ്ട്രക്ടർ തൊട്ടിട്ട് മെയ് ജൂണിലാണ് എക്സാം നടക്കാൻ പോകുന്നത്. ഓക്കെ, ദെൻ നമ്മൾ മെയ് ജൂണിൽ തന്നെ വീണ്ടും നടക്കുന്നതാണ് സർവേയർ ഗ്രേഡ് 2 ഉണ്ട്. അതേപോലെ തന്നെ അത് കേരള വാട്ടർ അതോറിറ്റിയിലാണ്. ട്രേഡ്സ്മാൻ കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ് വരുന്നുണ്ട്, ട്രേഡ്സ്മാൻ കമ്പ്യൂട്ടർ. അപ്പോൾ ട്രേഡ്സ്മാൻ്റെ ഒരു ഇതെല്ലാ ഡിപ്പാർട്ട്മെൻറ്റും വരുന്നുണ്ട് കേട്ടോ. ഇലക്ട്രിക്കൽ, മെക്കാനിക്കൽ, സിവിൽ, ഇപ്പോൾ എന്താണ് കമ്പ്യൂട്ടർ സയൻസും വന്നിട്ടുണ്ട്. ദെൻ ട്രേഡ്സ്മാൻ ഇൻഫർമേഷൻ ടെക്നോളജി, അതും ടെക്നിക്കൽ എഡ്യൂക്കേഷനിൽ തന്നെയാണ്. ഓക്കെ, ദെൻ ജൂൺ ആഗസ്റ്റിലേക്ക് വരികയാണെങ്കിൽ, ജൂൺ ആഗസ്റ്റിലേക്ക് വരുന്ന സമയത്ത് പമ്പ് ഓപ്പറേറ്റർ വരുന്നുണ്ട്, ഗ്രൗണ്ട് വാട്ടർ, നല്ല വേക്കൻസി വരാൻ സാധ്യതയുള്ള ഒരു പോസ്റ്റാണ് പമ്പ് ഓപ്പറേറ്റർ. ആൻഡ് ദെൻ ഓവർസിയർ ഗ്രേഡ് 3 ബൈ ഡയറക്റ്റ് റിക്രൂട്ട്മെൻ്റ് ആണ് കേരള വാട്ടർ അതോറിറ്റിയിൽ എന്ത് ചെയ്തിട്ടുണ്ട് നോട്ടിഫിക്കേഷൻ. അത് ജൂൺ ആഗസ്റ്റ് മാസത്തിലായിരിക്കും നടക്കാൻ പോകുന്നത്. ഞാനിപ്പോൾ ഡിപ്പാർട്ട്മെൻറ്റ് വൈസായിട്ട്, അതായത് ഇലക്ട്രിക്കൽ, മെക്കാനിക്കൽ, സിവിൽ സെപ്പറേറ്റ് നമ്മൾ എന്തായാലും വീഡിയോ ചെയ്യട്ടോ. ഇപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നിങ്ങൾ അപ്ലൈ ചെയ്ത എക്സാമുകൾ ഏത് സമയത്ത് നടക്കുന്നു എന്നുള്ളൊരു കൃത്യമായ ധാരണ ലഭിക്കാനും അതുവഴി നിങ്ങളുടെ പ്രിപ്പറേഷൻ കുറച്ചുകൂടി ക്ലാരിറ്റിയിൽ, കുറച്ചുകൂടി കൃത്യമായ പ്ലാനിങ്ങോട് കൂടി മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയാണ് കേട്ടോ. യെസ്, നെക്സ്റ്റ് ഏതാ വരുന്നത്? ജൂലൈ സെപ്റ്റംബറിൽ വരുന്ന എക്സാംസുകൾ നോക്കുക. അസിസ്റ്റൻറ്റ് എഞ്ചിനീയർ ഓർ ഹെഡ് ഡ്രാഫ്റ്റ്സ്മാൻ സിവിൽ, അത് സിവിലാണ്, ഹാർബർ എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെൻറ്റിൽ. അസിസ്റ്റൻറ്റ് എഞ്ചിനീയർ ഇലക്ട്രിക്കൽ എന്ത് ചെയ്തിട്ടുണ്ട്, ഹാർബർ എഞ്ചിനീയറിംഗിൽ വന്നിട്ടുണ്ട്. ഇപ്പോൾ 2 വേക്കൻസിയാണ് നിലവിൽ ഈ ഹാർബർ എഞ്ചിനീയറിംഗ് പോസ്റ്റിലുള്ളത്. അതേപോലെ അസിസ്റ്റൻറ്റ് എഞ്ചിനീയർ ഹെഡ് ഡ്രാഫ്റ്റ്സ്മാൻ അതിൽ ഹാർബർ എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെൻറ്റിൽ വരുന്നുണ്ട്. ട്രേസർ എന്താണ് ഗ്രൗണ്ട് വാട്ടർ ഡയറക്റ്റ് റിക്രൂട്ട്മെൻ്റ് ആയിട്ട് നടക്കും. ഓക്കെ, നെക്സ്റ്റ് ജൂലൈ സെപ്റ്റംബർ മന്തിൽ പിന്നെ എന്താ നടക്കുന്നത്? ലെക്ചർ ഇൻ ബയോമെഡിക്കൽ എഞ്ചിനീയറിംഗ്. സോ ബയോമെഡിക്കൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞ ആളുകളെ സംബന്ധിച്ചിടത്തോളം നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ്. പോളിടെക്നിക്കലിൽ, ഗവൺമെൻറ് പോളിടെക്നിക്കൽ ലെക്ചർ പോസ്റ്റാണ് വരുന്നത്. സോ ആ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, ടെക്നിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൽ. ദെൻ ലെക്ചർ ഇൻ കെമിക്കൽ എഞ്ചിനീയറിംഗ്, യെസ്, അഗെയിൻ നല്ലൊരു സാധ്യതയാണ്. കഴിഞ്ഞ വർഷം ലാസ്റ്റ് ഇയറിൽ മെക്കാനിക്കലും സിവിലൊക്കെ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, ഇലക്ട്രിക്കലൊക്കെ ഓൾറെഡി നടന്നിട്ടുണ്ടായിരുന്നു. എന്നാൽ കഴിഞ്ഞ പ്രാവശ്യം കെമിക്കൽ ഡിപ്പാർട്ട്മെൻറ്റിൽ നടന്നിട്ടില്ല ഏത് ലെക്ചർ പോസ്റ്റ്. സോ ലെക്ചർ എവിടെ വരുന്നുണ്ട്? കെമിക്കൽ എഞ്ചിനീയറിംഗിൽ വരുന്നുണ്ട്. അപ്പോൾ കെമിക്കൽ കഴിഞ്ഞ ആളുകൾക്ക് നല്ല അവസരം ഉണ്ട് കേട്ടോ ഈ വർഷം. ലെക്ചർ ഇൻ ടെക്സ്റ്റൈൽ ടെക്നോളജി വന്നിട്ടുണ്ട്, ലെക്ചർ ഇൻ ഇൻഫർമേഷൻ ടെക്നോളജി വന്നിട്ടുണ്ട് ടെക്നിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൽ. സോ അത് നല്ല ഓപ്പർച്യൂണിറ്റിയാണ് കേട്ടോ, അതൊക്കെ നല്ല ഓപ്പർച്യൂണിറ്റിയാണ്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ക്വാളിഫിക്കേഷൻ എന്താണെന്നുള്ളതിനെ കുറിച്ചൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സെഷനായിട്ട് നമ്മൾ വരുന്നുണ്ട് കേട്ടോ. റൈറ്റ്, ദെൻ നെക്സ്റ്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ ജൂലൈ സെപ്റ്റംബറിൽ തന്നെ അസിസ്റ്റന്റ് എഞ്ചിനീയർ മെക്കാനിക്കലിൽ വന്നിട്ടുണ്ട്. എന്താണ്? സ്റ്റേറ്റ് ഫാമിംഗ് കോർപ്പറേഷൻ കേരള ലിമിറ്റഡ് ഡയറക്ട് റിക്രൂട്ട്മെന്റ് ആണ്. ദെൻ വർക്ക് സൂപ്രണ്ടന്റ് ആയിട്ട് വരുന്നുണ്ട് അഗ്രികൾച്ചർ ഡെവലപ്മെന്റ് ആൻഡ് ഫാർമേഴ്സ് വെൽഫെയർ ആണ്. അസിസ്റ്റന്റ് എഞ്ചിനീയർ ഇലക്ട്രിക്കൽ വരുന്നുണ്ട്. ആനിമൽ ഹസ്ബൻഡറി, അത് ജൂലൈ സെപ്റ്റംബറിൽ നടക്കുന്ന എക്സാം ആണ് അല്ലേ. ഈ ഹാർബർ എക്സാം നടക്കുന്നതും അതേ വർഷം തന്നെ, അതേ ഇതിൽ തന്നെ അല്ലേ? യെസ്, ജൂലൈ സെപ്റ്റംബർ തന്നെയാണ്. അതായത് അതൊക്കെ കോമൺ എക്സാംസിലേക്ക് നടക്കാനുള്ള സാധ്യത ഉണ്ട് കേട്ടോ. അതായത് അനിമൽ ഹസ്ബൻഡറിയിലുള്ളതും അതേപോലെ തന്നെ ഹാർബറിലേക്ക് നടക്കുന്നതും ഒരേ സമയത്ത് ഒരേ എക്സാം ആവാനാണ് സാധ്യത. ദെൻ അസിസ്റ്റൻറ്റ് ഡയറക്ടർ ഇൻഡസ്ട്രീസ് ആൻഡ് കൊമേഴ്സ് ഡിപ്പാർട്ട്മെൻറ്റിൽ, ഇത് ശരിക്കും നല്ല സാലറി ഒക്കെ ഉള്ളൊരു പോസ്റ്റാണ്. അറൗണ്ട് ഒരു 1 lakh ഒക്കെ സ്റ്റാർട്ടിങ് തന്നെ സാലറി വരാൻ സാധ്യതയുള്ള ഒരു പോസ്റ്റാണ് അസിസ്റ്റൻറ്റ് ഡയറക്ടർ. പക്ഷേ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, ഇതിൽ വേക്കൻസി എന്ന് പറയുന്നത് അതുപോലെ കുറവായിരിക്കും കേട്ടോ. ഒരു 1 വേക്കൻസിക്കാണ് ഇതിൽ വരാൻ സാധ്യത. ഓപ്പൺ കോട്ടയിൽ ഒരു 1 ഒക്കെ ആയിരിക്കും ഇതിൽ വരാൻ സാധ്യത ഉള്ളത്. എനിവേ ഞാൻ പറഞ്ഞല്ലോ, നമ്മളിപ്പോൾ വേക്കൻസീസ് നോക്കിയിട്ട് ആവരുത് നമ്മുടെ പ്രിപ്പറേഷന്. ഞാൻ പറഞ്ഞു PSC ജേണി നിങ്ങൾ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് എന്തായാലും എൻഡ് ചെയ്യുന്നത് അതൊരു നിങ്ങളുടെ കയ്യിൽ കിട്ടുന്ന അഡ്വൈസ് ലെറ്ററിൽ തന്നെയാണ് ആ ജേണി എൻഡ് ചെയ്യേണ്ടത്. സോ ആ ഒരു പ്രോസസ്സിലൂടെ നിങ്ങൾ കടന്നു പോകണം. ആ പ്രോസസ്സിലൂടെ കടന്നു പോകുമ്പോൾ നിങ്ങൾക്ക് ക്യാച്ച് ചെയ്യാൻ പറ്റുന്ന എല്ലാ എക്സാമും എന്ത് ചെയ്യുക, ക്യാച്ച് ചെയ്യാൻ ശ്രമിക്കുക. അത് മാക്സിമം ക്രാക്ക് ചെയ്യാൻ നിങ്ങൾ എഫേർട്ട് എടുക്കുകയും ചെയ്യാം. പിന്നെ നോക്കി വർക്ക് സൂപ്രണ്ടൻ്റ് സോയിൽ സർവേ ആൻഡ് സോയിൽ കൺസർവേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൽ വന്നിട്ടുണ്ട്. സെപ്റ്റംബർ നവംബറിലേക്ക് വരികയാണെങ്കിൽ വീണ്ടും ഇലക്ട്രീഷ്യന്, അതെന്താണ്, മീറ്റ് പ്രൊഡക്ട്സ് ഓഫ് ഇന്ത്യ ലിമിറ്റഡ്, അങ്ങനെ കുറേ എക്സാമുകൾ ഉണ്ട് കേട്ടോ. ഓവർസിയർ ഗ്രേഡ് 1 ഇലക്ട്രിക്കൽ ഉണ്ട് കേട്ടോ. ഓവർസിയർ ഗ്രേഡ് 1 ഇലക്ട്രിക്കൽ വിളിച്ചിട്ടുണ്ട്. യെസ്, അത് കേരള ടൂറിസം ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ ഡയറക്ട് റിക്രൂട്ട്മെൻ്റ് ആണ്. ദെൻ അസിസ്റ്റൻറ്റ് എഞ്ചിനീയർ ബയോമെഡിക്കൽ, അതും അനിമൽ ഹസ്ബൻഡറി ഡിപ്പാർട്ട്മെൻറ്റിലാണ്, ഡയറക്ട് റിക്രൂട്ട്മെൻ്റ് ആണ്. പമ്പ് ഓപ്പറേറ്റർ ഓർ പ്ലംബർ ആനിമൽ ഹസ്ബൻഡറിയിൽ വിളിച്ചിട്ടുണ്ട്. അതും സെപ്റ്റംബർ നവംബറിലാണ്
എക്സാംസ് എടുക്കാൻ പോകുന്നത്. ദെൻ സെപ്റ്റംബർ നവംബറിൽ ജൂനിയർ ഇൻസ്ട്രക്ടർ പോസ്റ്റിലേക്ക് ഡിഫറെൻറ്റ് കാറ്റഗറിയിൽ വന്നിട്ടുണ്ട്. ഹോർട്ടിക്കൾച്ചർ, അതേപോലെ ഡ്രസ് മേക്കിങ്ങിൽ വന്നിട്ടുണ്ട്. ദെൻ മെക്കാനിക് അഗ്രികൾച്ചറൽ മെഷീനറി വന്നിട്ടുണ്ട്. ഇൻറ്റീരിയർ ഡിസൈൻ ആൻഡ് ഡെക്കറേഷൻ വന്നിട്ടുണ്ട്. ഫാഷൻ ഡിസൈൻ ആൻഡ് ടെക്നോളജി വന്നിട്ടുണ്ട്. ദെൻ ഹൗസ് കീപ്പേഴ്സ്, ദെൻ പ്ലാസ്റ്റിക് പ്രോസസ്സിംഗ് ഓപ്പറേറ്റർ വന്നിട്ടുണ്ട്. ലബോറട്ടറി അസിസ്റ്റൻറ്റ് ഇൻ കെമിക്കൽ പ്ലാന്റ് വന്നിട്ടുണ്ട്. ടെക്നീഷ്യൻ മെഡിക്കൽ ഇലക്ട്രോണിക്സ് വന്നിട്ടുണ്ട്. അതായത് 641 മുതൽ കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ 674 വരെ എന്ത് ചെയ്തിട്ടുണ്ട്, ഡിഫറെൻറ്റ് കാറ്റഗറിയിലുള്ള IT പോസ്റ്റുകൾ, ഇൻഡസ്ട്രിയൽ ട്രെയിനിങ് പോസ്റ്റുകളിലേക്കാണ് ഇത് വന്നിട്ടുള്ളത്. സോ ഓരോന്നും ഞാൻ പ്രത്യേകമായി പറയുന്നില്ല, ഡിപ്പാർട്ട്മെൻറ്റ് വൈസ് ആയിട്ട് നമ്മൾ പറയുന്നുണ്ട്. ദെൻ ഒക്ടോബർ ഡിസംബർ മന്തിലേക്ക് നോക്കുകയാണെങ്കിൽ, ഏറ്റവും ലാസ്റ്റിലേക്ക് നോക്കുകയാണെങ്കിൽ ട്രേസർ വിളിച്ചിട്ടുണ്ട്. അത് സോയിൽ സർവേ ആൻഡ് സോയിൽ കൺസർവേഷനിൽ ഡിപ്പാർട്ട്മെൻറ്റ്. പിന്നെ ട്രേഡ് ഇൻസ്ട്രക്ടർ വന്നിട്ടുണ്ട്, ടെക്നിക്കൽ എഡ്യൂക്കേഷൻ. യെസ്, പിന്നെ എന്താണ് ട്രേഡ് ഇൻസ്ട്രക്ടർ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് അല്ലേ, ടെക്സ്റ്റൈലാണ്, ഇത് ടെക്സ്റ്റൈലാണ്ടോ. യെസ്, ഡ്രാഫ്റ്റ്സ്മാൻ ഗ്രേഡ് 2, ടൗൺ പ്ലാനിംഗ് സർവേ ഫോർ ഗ്രേഡ് 2 ആണ്. ലോക്കൽ സെൽഫ് ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റ് ഗ്രൂപ്പ് 4 പ്ലാനിംഗ് വിങ് ആണ് വന്നിട്ടുള്ളത്. ഓക്കെ, സോ ഇത്രയാണ് എക്സാം കലണ്ടറിൽ നമ്മൾ ടെക്നിക്കൽ പോസ്റ്റുകൾ നോക്കുകയാണെങ്കിൽ വന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അത്യാവശ്യം തരക്കേടില്ലാത്ത, കഴിഞ്ഞ വർഷമായിട്ടൊന്നും കമ്പയർ ചെയ്യരുത് കേട്ടോ. കഴിഞ്ഞ വർഷം ഞാൻ എപ്പോഴും പറയുന്നത് എന്താണ്, 2023 നമ്മളെപ്പോഴും പറയേണ്ടത് സുവർണ്ണ വർഷം എന്നായിരുന്നു, ഗോൾഡൻ ഇയർ എന്നായിരുന്നു. തീർച്ചയായിട്ടും ഒരു ഗോൾഡൻ ഇയർ വന്നിട്ടുണ്ടെങ്കിൽ ആ ഗോൾഡൻ ഇയറിൻ്റെ ആ ഒരു സൈക്കിൾ കംപ്ലീറ്റ് വീണ്ടും റിപ്പീറ്റ് ചെയ്യുക എന്നുള്ളതാണ്. സോ 2024 അതുപോലൊരു ഗോൾഡൻ ഇയർ ആണെന്ന് ഒരിക്കലും നമുക്ക് പറയാൻ പറ്റില്ല. കാരണം അവിടെ അന്ന് കഴിഞ്ഞ വർഷം ചോദിക്കാത്ത വരാത്ത എക്സാമുകളില്ലല്ലേ. പക്ഷേ 2024 നമ്മൾ PSC ജേർണിയിലേക്ക് ഇറങ്ങുകയാണെങ്കിൽ നിങ്ങൾക്ക് മുമ്പിൽ അവസരങ്ങളില്ല എന്ന് നിങ്ങൾ ഒരിക്കലും ചിന്തിക്കരുത്. പിന്നെ മറ്റൊരു വലിയ സാധ്യത എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടും വേക്കൻസിയും അതേപോലെ തന്നെ മറ്റു വലിയ എക്സാമുകളൊന്നും വരാത്തത് കൊണ്ട് അതിലേക്ക് പ്രിപ്പയർ ചെയ്യുന്ന ആളുകളുടെ എണ്ണവും അതുപോലെ കുറവായിരിക്കും. ഒരു പക്ഷേ നിങ്ങൾ സബ് എഞ്ചിനീയർ എക്സാം നോക്കുകയാണെങ്കിൽ അവിടെ അപ്ലൈ ചെയ്യാൻ 10,000-30,000 ആളുകളുണ്ടെങ്കിൽ ഇവിടെയുള്ള പോസ്റ്റുകൾ മിക്കവാറും അപ്ലൈ ചെയ്യാൻ വളരെ കുറഞ്ഞ ആളുകൾ, 5,000-6,000 ആളുകളോ അല്ലെങ്കിൽ 10,000-ൽ താഴെയൊക്കെ ഉണ്ടാവുള്ളൂ. സോ അവരൊക്കെ ചിന്തിക്കുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, കൂടുതൽ ആളുകളും ചിന്തിക്കുന്നത് എന്തുകൊണ്ടാണ്, ഇത് നമ്മളെ കൊണ്ട് കഴിയില്ല, ഇത് നമുക്ക് കിട്ടില്ല എന്നുള്ള ചിന്തയാണ്. അതൊരിക്കലും നമ്മളൊരു ആറ്റിറ്റ്യൂഡായി മാറരുത്. കാരണം ഒരു വേക്കൻസി ഉള്ള പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ മാത്രമുള്ളൊരു കോൺഫിഡൻസ് നിങ്ങൾക്ക് വരണം. അപ്പോൾ മാത്രമേ നിങ്ങൾ എന്ത് ചെയ്യുള്ളൂ, നിങ്ങൾ എക്സാമിൽ ഏറ്റവും നന്നായിട്ട് പെർഫോം ചെയ്യും, നല്ലൊരു റാങ്ക് ലിസ്റ്റിൽ നല്ല റാങ്ക് നിങ്ങൾക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റുള്ളൂ. സോ അതായിരിക്കണം നിങ്ങളുടെ കോൺഫിഡൻസ്. എപ്പോഴും നിങ്ങൾ ചിന്തിക്കുക, ഏതൊരു വേക്കൻസി നോക്കിയിട്ടായിരിക്കരുത് നമ്മൾ എന്ത് ചെയ്യരുത്, നമ്മുടെ പ്രിപ്പറേഷൻ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്. കൃത്യമായിട്ടൊരു ഒരു കോംപ്രിഹെൻസീവ് ആയിട്ട് ഏത് എക്സാമിനെയും ക്രാക്ക് ചെയ്യാവുന്ന ഒരു അൾട്ടിമേറ്റ് ആയിട്ടുള്ള സ്റ്റഡി പ്രോസസ്സിലൂടെ നിങ്ങൾ കടന്നു പോവുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി 2024 നിങ്ങൾക്ക് സർക്കാർ ജോലി ലഭിക്കുക തന്നെ ചെയ്യും. അപ്പോൾ നല്ല സാധ്യതയുള്ള ട്രേഡ്സ്മാൻ പോലുള്ള പോസ്റ്റുകളൊക്കെ നമുക്ക് മുന്നിൽ വന്നിട്ടുണ്ട്. അവസരങ്ങൾ ഒരുപാട്, അത്യാവശ്യം നല്ല രീതിയിൽ വേക്കൻസീസ് വരുന്നുണ്ട്. ഇൻഡസ്ട്രിയൽ എക്സ്റ്റൻഷൻ ഓഫീസർ പോലുള്ള എക്സാംസുകൾ, അതൊക്കെ അത് ഡിസംബർ വരെയുള്ളതിൽ എക്സാം വന്നിട്ടില്ല, എന്നാൽ അത് എന്തായിരിക്കും അടുത്ത വർഷമായിരിക്കും വരാൻ സാധ്യതയുള്ളത്. സോ അതൊക്കെ നിങ്ങൾക്ക് മുമ്പിൽ വലിയ സാധ്യതകളാണ്. അത് ഡിസംബർ കഴിഞ്ഞിട്ടായിരിക്കും അതിൻ്റെ എക്സാം നടക്കാൻ പോകുന്നത്. സോ അത്തരം കാര്യങ്ങളൊക്കെ എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കുക. സോ ഇത് നിങ്ങളുടെ മുന്നിൽ ഇതൊരു വലിയ ഓപ്പർച്യൂണിറ്റി തന്നെയാണ്. 2024 ഏറ്റവും പോസിറ്റീവായിട്ട് അപ്രോച്ച് ചെയ്യുക. വിജയം നിങ്ങളെ തേടിയെത്തും. നിങ്ങൾക്ക് മികച്ചൊരു ജോബ് അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു മികച്ച വർഷമായിട്ട് 2024 മാറട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഈ ഒരു സെഷൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസുകൾ ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഇതിൽ ഏതെങ്കിലും കോഴ്സ്, നമ്മളിപ്പോൾ എൻട്രി ആപ്പിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇന്ന കോഴ്സിന് ട്രെയിനിങ് ഉള്ളൂ എന്നുള്ളതല്ല. ഇതിലുള്ള എല്ലാ കോഴ്സുകളിലും നമ്മൾ മെൻഷൻ ചെയ്ത എല്ലാ കോഴ്സുകളിലും എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിലും നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, എൻട്രി കോഴ്സസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഏത് കോഴ്സിനെ കുറിച്ച് അറിയാൻ താല്പര്യമുണ്ടെങ്കിലും നിങ്ങൾക്ക് കോഴ്സിൽ ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിലും നിങ്ങൾ ഈ ഒരു നമ്പറിൽ എന്ത് ചെയ്യുക, കോൺടാക്ട് ചെയ്യുക. അതേപോലെ താഴെ കൊടുത്തിരിക്കുന്ന ഗൂഗിൾ ഫോം ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ലഭിക്കും. സോ ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ. വിഷ് യു ഓൾ ദ ബെസ്റ്റ് ആൻഡ് താങ്ക് യു.